അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബലം പ്രയോഗിച്ച് അതാ ഡോക്ടർ സിനാനും ഉമ്മയും ബുഷിയെ കാറിനകത്തേക്ക് കയറ്റി. അവൾ വീണ്ടും തിരിഞ്ഞു നോക്കി. അത് ആ ഹോസ്പിറ്റൽ. അകന്നകന്ന് പോകുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫിനെ അവിടെ തനിച്ചാക്കി പോകുകയാണല്ലോ. റബ്ബേ, എൻ്റെ അൻഷിഫിനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുമോ? സിനാനെ തന്നെ വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആദ്യമേ എനിക്ക് അയാളെ സംശയമായിരുന്നു. ഇപ്പോൾ എനിക്ക് പൂർണ്ണമായും ബോധ്യമായി അയാളൊരു ചതിയനായിരുന്നു എന്ന്. എന്നാൽ അൻഷിഫിനെ ഓർത്ത് അവൾ വീണ്ടും വീണ്ടും അതാ തിരിഞ്ഞു നോക്കുന്നു. ആ വലിയ ഹോസ്പിറ്റൽ മറഞ്ഞു വരുമ്പോൾ അവളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാതെ വേദനിച്ചു. റബ്ബേ, എൻ്റെ അൻഷിഫ് അതെ പിടിച്ച് പറിച്ച് കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോകുന്നത്. കാരണം അദ്ദേഹം എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം സിനാൻ്റെ വാക്കുകൾ കൊണ്ട് മാത്രമാണ്. സിനാൻ എന്തൊക്കെയോ എൻ്റെ ഭർത്താവിനോട് എന്നെക്കുറിച്ച് വേണ്ടാത്തത് പറഞ്ഞു കൊടുത്തു. അതിൻ്റെ ആ ഒരു സംശയത്തിൽ മാത്രമാണ് എൻ്റെ ഭർത്താവ് എന്നോട് അങ്ങനെ പെരുമാറിയത്. അതെനിക്ക് നന്നായിട്ടറിയാം. പഠിച്ചോനെ, എന്തിനാണ് ഇത്രമാത്രം ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത്? അവൾ എല്ലാം പടച്ച റബ്ബിൽ അർപ്പിച്ചു. മോളെ ബുഷി, അതെ നിന്റെ വിവരക്കോട് കൊണ്ടാണ് നീ ഇത്രയും ദിവസം അവൻ്റെ അടുത്ത് എന്തിനാ നിന്നത്? കാറിൽ നിന്ന് അത് മാത്രമായിരുന്നു ഉമ്മ പറഞ്ഞത്. എന്നാൽ കൂടെ സിനാൻ ഉമ്മ വട്ടാണ്, അല്ലാതെ എന്ത് പറയാനാ? അവൾക്കറിയില്ല എന്താണ് ജീവിതമെന്ന്. അതിപ്പോൾ അറിയിച്ച് ഞാൻ കൊടുത്തോളാം. മോനെ, വൈകാതെ തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അല്ലേ ശരിയാവില്ല. ആ കഴിവ് കെട്ടവൻ്റെ കൂടെ. എന്നാൽ അത് കേട്ടപ്പോൾ ബുഷിയുടെ കണ്ണുകൾ തുറന്നു. അവൾ ദേഷ്യം കൊണ്ട് അവൾ ഒരു നിമിഷം ഉമ്മയെ നോക്കി. ഉമ്മ, അങ്ങനെ പറയരുത്, എൻ്റെ ഭർത്താവിന് അങ്ങനെ പറയരുത് നിങ്ങൾ. അതെനിക്കിഷ്ടമല്ല. പിന്നെ എന്താണ് ഞാൻ പറയാ? എന്താന്നില്ലേ? അറിഞ്ഞില്ല. കുറച്ച് നേരത്തെ ആണെങ്കിൽ കയ്യോടെ പിടിച്ചു കൊണ്ടുവരാമായിരുന്നു. അറിഞ്ഞില്ലല്ലോ, ഇപ്പോഴല്ലേ ഇതൊക്കെ അറിയുന്നത്? പിന്നെ വല്ലാത്തൊരവസ്ഥ തന്നെ. ആ തള്ള വല്ലാത്തൊരു ചതിയെ ചെയ്തത്. എന്നാൽ അതാ ബുഷിക്കൊന്നും മിണ്ടുവാൻ പോലും കഴിയാത്ത രീതിയിലായിരുന്നു അവളെ. അങ്ങനെ അതാ അവർ യാത്രയിലാണ്. അല്പസമയം കഴിഞ്ഞപ്പോൾ അവരുടെ വീട്ടിലേക്ക് അവരെത്തി. അവൾ കാറിൽ നിന്ന് ഇറങ്ങാതെ മടിച്ചു നിന്നു. ഉമ്മ, എന്നെ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടാക്കി തരി. എന്താ മോളെ നീ പറയണത്? നിനക്ക് എന്തിൻ്റെ കേടാ? നിന്നോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. ഇങ്ങോട്ട് പോന്നായിയേ. ഇല്ല, ഞാൻ ഇറങ്ങൂല ഉമ്മ. അവൾക്ക് വാശിയാണ് ഒരു തരം. അവനോടുള്ള എന്താന്നില്ലേ? അതേ, ഇറങ്ങടി ഇങ്ങോട്ട്. അത് അല്പം ദേഷ്യത്തോടു കൂടിയാണ് സിനാന് അവളോട് അത് പറഞ്ഞത്. ഇറങ്ങാനാ പറഞ്ഞത്. എൻ്റെ വാഹനത്തിൽ നിന്ന് ഇറങ്ങ്. ഒരു നിമിഷം അവൾ ദയനീയമായി അവൻ്റെ മുഖത്തേക്ക് നോക്കി. എൻ്റെ നോട്ടം കണ്ടാൽ വിചാരിക്കും അവൾ വലിയ എന്നെ നോക്കി പേടിപ്പിക്കൊന്നും വേണ്ട. ഇറങ്ങാനാ പറഞ്ഞത്. എൻ്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങ്, എനിക്ക് പോകണം. എന്നെ നിങ്ങൾ ചതിക്കായിരുന്നല്ലേ? ഞാൻ എല്ലാവരോടും തുറന്ന് പറയും. എന്ത് ചതി മോളെ? നീ ഓനെക്കുറിച്ച് ഓരോന്ന് പറയണ്ട. ഇത്രയും ദിവസം എന്നെയും നിന്നെ നോക്കിയത് അവനാണ്. നമ്മൾ നന്ദി കെട്ടവരാകാൻ പാടില്ല. ഉമ്മയുടെ വാക്കുകൾ കേട്ട് ബുഷി ശരിക്കും ഞെട്ടുകയായിരുന്നു. എന്നാൽ ഈ സമയം സിനാൻ ഇറങ്ങുന്നുണ്ട് എൻ്റെ വണ്ടിയിൽ നിന്ന്. ഞാൻ വലിച്ചിങ്ങോട്ട് പുറത്തിടില്ലായിരിക്കും, മനസ്സിലായിക്കോ? എടാ, ഓൾക്ക് എന്തിൻ്റെ കേടാ? അങ്ങോട്ട് പുറത്തേക്ക് വലിച്ചിട്ടാളല്ല, എന്ത് ചെയ്യാ? കഴിവ് കെട്ടോൻ്റെ ഒപ്പം തന്നെ പോകാൻ ഓൾക്കൊരു പൂതി എന്താ? എന്നാൽ ഉമ്മയുടെ വീണ്ടും വീണ്ടുമുള്ള ആ ഒരു പരാമർശം അത് അവൾക്ക് താങ്ങാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ഉമ്മ, ഒരു മനുഷ്യരെയും അങ്ങനെ പറയാൻ പാടില്ല. അള്ളാഹു എങ്ങനെയൊക്കെ എന്തൊക്കെയെന്ന് വരുമെന്ന് നീ ഒന്ന് പോടി നിൻ്റെ ഓരോ കാര്യങ്ങളായിട്ട്. ഇങ്ങോട്ട് ഇറക്കി വിട്ടാലാടാ. അങ്ങനെ അതാ ഉള്ള ശക്തിയെടുത്ത് സിനാൻ അവളെ പിടിച്ച് വലിച്ച് പുറത്തേക്കിടുന്നു. കാറിൻ്റെ ഡോർ ശക്തമായി അടക്കുന്നു. ബുഷി വളരെയധികം സങ്കടത്തോടു കൂടെ ആ വീട്ടിലേക്ക് അതാ കയറുകയാണ്. അവൾക്ക് എന്തെന്നറിയില്ല, തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൽ നിന്ന് തന്നെ വേർപ്പെടുത്തി കൊണ്ടുവന്നത് പോലെയാണ് അവൾക്ക് തോന്നുന്നത്. എന്നാൽ സിനാൻ ചിരിച്ചുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക്. ഉമ്മ, എന്തൊക്കെ തന്നെയാലും കാര്യങ്ങളൊക്കെ ഇവിടം വരെ എത്തി. ഉമ്മ, ആ കഴിവ് കെട്ടവനെ നിങ്ങളിനി ഒരിക്കലും വിശ്വസിക്കരുത്. പല ഇഷ്യൂസും പറഞ്ഞു വരും, വിശ്വസിക്കരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മളുടേതായിട്ട് ഒരു എന്താ പറയുക സ്വാതന്ത്ര്യമുണ്ട്. അതിലേക്ക് ആരെയും കടത്തി വിടരുത്. അതാണ് എനിക്ക് ഉമ്മാനോട് പറയാനുള്ളത്. ശരിയായിരിക്കാം, നിങ്ങളുടെ മരുമകനായിരിക്കാം അൻഷിഫ്. പക്ഷേ ഇത്രയും ദിവസം അവൻ്റെ കൂടെ നിന്നിട്ട് എന്തെങ്കിലും ഈ പെണ്ണിന് ലഭിച്ചിട്ടുണ്ടോ? ഇല്ല, വെറുതെ ആയിരുന്നു അവൻ്റെ എല്ലാം. ഉമ്മ ചതിക്കുകയായിരുന്നു. ഇങ്ങനെയൊക്കെ ഒരു ബന്ധം ഇത്രയും ദിവസം തുടർന്ന് എങ്ങനെ നിങ്ങൾ കൊണ്ടുപോയി? എന്തായാലും ഭാഗ്യത്തിന് ഞാനത് കണ്ടുപിടിച്ചു. എന്നോട് അവൻ പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഒരു ബന്ധവുമില്ല, ഞങ്ങൾ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല, ഞങ്ങൾ വെറും ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അവൾ എൻ്റെ റൂമിലേക്ക് കടന്നു വരും, അതന്നെ. അല്ലാതെ ഇപ്പോൾ അവളുമായിട്ട് യാതൊരു കാര്യങ്ങളുമില്ല.
പക്ഷേ അവളൊന്നും ഇതുവരെ പറഞ്ഞില്ലേ? ഇല്ല മോനെ, ഒന്നും പറഞ്ഞില്ല. അവൾക്ക് അങ്ങനെ ജീവിച്ചാൽ മതിയായിരിക്കും, പക്ഷേ ഞങ്ങൾക്കാണ് അതിൻ്റെ ബുദ്ധിമുട്ടുള്ളത്. എന്താന്നില്ലേ, ഞാനും വിചാരിക്കും, എല്ലാവരും ചോദിക്കും വിശേഷമായോ വിശേഷമായോ. ഇപ്പോൾ ഇതെങ്ങനെ ശരിക്കും ആങ്ങളും പെങ്ങളും കഴിയുന്ന പോലെയല്ലേ ഇവർ കഴിയുന്നത്? ഏതായാലും വല്ലാത്തൊരവസ്ഥ തന്നെ. എന്നാൽ ബുഷി അതാ ആ ബെഡ്റൂമിൽ തനിച്ചിരിക്കുകയാണ്. അവൾ പൊട്ടിക്കരയുകയാണ്, വിതുമ്പിക്കരയുകയാണ്. ഉമ്മ അപ്പോഴേക്കും അതാ ചായ ഉണ്ടാക്കി കൊണ്ടുവന്നു. മോനെ, സിനാൻ ഇന്ന് ഇത് കുടിച്ചോ. മോളെ, ബുഷി ഇവിടെ ഇരുന്ന് രണ്ടാൾ ഒരുമിച്ച് കഴിച്ചോളൂ. എന്നാൽ ബുഷിക്ക് അത് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഉമ്മയുടെ ആ വാക്കുകൾ. ഉമ്മക്ക് എന്തിൻ്റെ കേടാ ഇത്? അവൾ അതാ ആ റൂമിൽ വിതുമ്പിക്കരയായിരുന്നു. എനിക്ക് ചായ ഒന്നും വേണ്ട ബുഷി, പറഞ്ഞതനുസരിച്ചോ. അവൻ്റെ കൂടെ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്ത് കാര്യത്തിന്? അവൻ നിൻ്റെ ആരാ? പേരിനൊരു ഭർത്താവെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഭർത്താക്കന്മാരായാലേ ചില കടമകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏതായാലും പഠിച്ചവനായിട്ടാണ് ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. ഏതൊക്കെ തെളിയാനായല്ലോ. ഏതായാലും വല്ലാത്തൊരു പുതുമ. ഏത് നിമിഷത്തിലാണ് എനിക്ക് സിനാനെ കണ്ടുമുട്ടാൻ തോന്നിയതും സംസാരിക്കാൻ തോന്നിയതും ആവോ. അതുകൊണ്ട് ഒക്കെ ഒന്ന് അറിയാനായി. അല്ലെങ്കിൽ ഇപ്പോൾ എന്തായിരിക്കും, നിരകിക്കേണ്ടി വരും. ഈ അവിടുത്തെ ജോലിക്കാരിയാ? അല്ല പിന്നെ, ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു. അതിൻ്റെ ഇടയിൽ അത് കണ്ടുപിടിക്കുക വെച്ചുകൊണ്ട് ഓൾ അത് നിർത്തി. സത്യമായിട്ടും അവൾ ഹോസ്പിറ്റലിലേക്ക് തന്നെ വന്നില്ല, ഞാൻ അവിടെ ഉണ്ടായത് കൊണ്ട്. കാരണം ഞാനൊക്കെ ചോദിക്കുമല്ലോ അതിൻ്റെ പേരിൽ. എന്താ പെണ്ണ് സാധനമെന്നോ? പെണ്ണ് നല്ല വിളവത്തിയാണ്, എല്ലാം മറച്ചു വെക്കാണ്. മോനെ എന്ന് ചായ കുടിക്കുക. വീണ്ടും അതാ സിനാന ഉമ്മ സ്നേഹത്തോടെ വിരുന്നൂട്ടുന്നു. മോനത് ഇരിക്കുക, ഞാൻ വേഗം നെയ്ച്ചോറും ചിക്കനൊക്കെ ഉണ്ടാക്കട്ടെ. വേണ്ട ഉമ്മ, ഇപ്പോൾ വേണ്ട, ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോട്ടെ. അതായത് എന്താണെന്ന് വെച്ചാൽ അവിടുത്തെ സ്ഥിതിഗതികൾ എന്താ അറിയില്ല. ഇവന് പറയാൻ പറ്റില്ല, ചതിയനാണ്, ഒന്നിനും മടിക്കാത്തതായിരിക്കും. അല്ല പിന്നെ എന്താന്നില്ലേ മോനെ, കുറച്ച് കഴിഞ്ഞിട്ട് പോവാ. ബുഷിയേ, ബുഷിയേ, ഉമ്മ വിളിച്ചു. അവൾ മിണ്ടിയില്ല. ഈ അവിടെ കിടക്ക്. എന്താ എൻ്റെ മനസ്സിൽ? മനുഷ്യനെ ഇടങ്ങാറാക്കായിട്ട് ഇങ്ങനെ ഒന്ന് മതി. എൻ്റെ അജ്മലിനെ കൊണ്ട് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഈ പെണ്ണിനെ കൊണ്ടാണ് ഞാൻ ഇടങ്ങാറായത്. ഇത്രയും ദിവസം ഓൻ്റെ കൂടെ നടന്നിട്ടും ഒരു വാക്ക് മിണ്ടേ പറയേ ചെയ്തില്ല. എന്താ നാം കാട്ടിക്കൂട്ടിക്കണത്? അജ്മലിനോട് വിളിക്കട്ടെ, കാര്യങ്ങളൊക്കെ ഒന്ന് പറയട്ടെ ഞാൻ. എന്നാൽ ബുഷി അതിനെല്ലാം മൗനം പാലിക്കുകയായിരുന്നു. ഉമ്മ, ആ ഷാമിലെന്ന് പറഞ്ഞ ആ ചെക്കനുണ്ടല്ലോ, അടുപ്പിക്കരുത് കേട്ടോ. അവൻ്റെ ലക്ഷ്യം വേറെയാണ്. അല്ലെങ്കിൽ കെട്ടിച്ച് വിട്ട ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് അല്ലെ അവൾക്ക് മെസ്സേജ് അയക്കാൻ ഇതിനും പാടുണ്ടോ? ഷാമിൽ എന്നുള്ള വ്യക്തി ഉമ്മാക്ക് അറിയായിട്ടാണ്. ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ. ആ നിമിഷം തന്നെ സിനാൻ ആ ഫോട്ടോ എടുത്ത് കാണിച്ചു കൊടുത്തു ഉമ്മാക്ക്. ഉമ്മ അങ്ങോട്ട് നോക്കിക്കേ. പഠിച്ചോനെ, ഇതൊക്കെ എപ്പോൾ ഉമ്മ എന്തൊക്കെയാണ് അവിടെ നടന്നിട്ടുണ്ട് ആർക്കറിയാം. പക്ഷേ അൻഷിഫ് ഒരു പൊട്ടനാണ്, ഒരു മൊത്തത്തിൽ ഒന്നും അറിയില്ല. പക്ഷെ ഞാനത് കണ്ടുപിടിച്ചു. ആ ദേഷ്യമാണ് അവർക്ക് എന്നോട്. അവൾക്ക് അൻഷിഫിൻ്റെ കൂടെ നടക്കണം, നടന്നിട്ട് ഷാമിലിനെ വെച്ച് നടക്കണം, ഷാമിലിൻ്റെ ഏറ്റ് കമ്പനി കൂടുക, ഓല കാര്യം സെറ്റാക്കുക. ഇത് പൊട്ടനായൊരു ഭർത്താവും. എന്തിനു വേണ്ടിയിട്ട് അങ്ങനെ പൊട്ടനായ ഭർത്താവിനെ ഏൽപ്പിച്ച് കൊടുക്കരുത്. അപ്പം പലതും നടക്കും. ഉമ്മ ഇത് കണ്ടോ? വീണ്ടും അതാ ഫോട്ടോ അവൻ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി. അത് ഷാമിലിൻ്റെ നെഞ്ചിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ബുഷിയുടെ ഫോട്ടോയാണ് പിന്നീട് കണ്ടത്. മേലായ റബ്ബെ, ഞാൻ എന്ത് അഹ്മാനെയൊക്കെ കാണണേ. പഠിച്ചോനെ, എന്തൊക്കെയാണ് ഇവിടെ നടന്നിക്കണത്? ഇനിയിപ്പോൾ എന്തൊക്കെയാണ് നാം നടന്നിക്കണത് അറിയില്ലമ്മ, അതൊന്നും പറയാൻ പറ്റില്ല. ഞാൻ കണ്ടുപിടിച്ചോണ്ട് എന്നോട് ഭയങ്കര ദേഷ്യമാണ് അവൾക്ക്. ഭയങ്കര എന്ന് വെച്ചാൽ ഭയങ്കര, എന്നെ കടിച്ച് കീറാനാണ് അവൾ വരുന്നത്. അത്രക്കും എന്നോട് ദേഷ്യമാണ്. എന്താ കാരണം? എന്തൊക്കെ കണ്ടുപിടിച്ചില്ലേ? ആ ദേഷ്യത്തിന് വേറൊന്നുമല്ല, വേറൊന്നുമല്ല കാരണം. സംഭവം ഇതാ, ഷാമിലുമായിട്ടുള്ള ബന്ധം ഞാൻ കണ്ടുപിടിച്ചു. ഈ ഫോട്ടോസൊക്കെ നോക്കിക്കേ. ഇതൊക്കെ മറ്റവനറിയാതെ ചെയ്യാണ്. പിന്നെ എന്തിനാ അവൻ്റെ കൂടങ്ങൾ നിർത്തുന്നത്? അതേ ആലോചിക്കണത്. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ട്? ശരിക്കും ഉമ്മ സിനാൻ്റെ പാട്ടിൽ വല്ലാതെ അങ്ങ് വീണുപോയി. ഒരു ഭാഗത്ത് ഷാമിലിനെ കുറിച്ചുള്ള ഓർമ്മകൾ. അവനെ രക്ഷിക്കാൻ മാത്രമാണ് ഷാമിൽ വന്നത്, അല്ലാതെ ഒരിക്കലും. മറ്റൊരു ഭാഗത്തെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അൻഷിഫിനെ കുറിച്ചുള്ള ഓർമ്മകൾ. അതെ, നമ്മുടെ ബുഷി ആ റൂമിൽ വിതുമ്പി കരയുകയായിരുന്നു. അവൾക്ക് കുടിക്കാനോ തിന്നുവാനോ ഒന്നും വേണ്ട. ഉമ്മ പിടിച്ചു വെച്ച് വായിലേക്ക് കയറ്റി കൊടുക്കണം, അതാ വേണ്ടത്. അല്ലെങ്കിലേ ഇനിയും വല്ല ഗ്ലൂക്കോസ് ഏറ്റവും പോകേണ്ടി വരും. അതിന് വേണ്ടിയിട്ടുള്ള ഐഡിയ ആണത്, മനസ്സിലായിക്കോളേ. അവൾ നല്ല ഐഡിയക്കാരിയാണ്. അവൻ്റെ അടുത്തേക്ക് എത്താൻ വേണ്ടിയിട്ടേ വിട്ടു കൊടുക്കരുത് ഒരിക്കലും. എന്നിട്ട് മറ്റവനുമായി സുഖിക്കുക. ഞാൻ എന്തൊക്കെ തന്നെയല്ലോ കണ്ടത് മുഖത്ത് നോക്കി പറയും ആരാണെങ്കിലും. ഞാൻ പോയി നോക്കട്ടെ. മോനെ പോവാണോ? അതേ ഉമ്മ, ഞാൻ പോട്ടെ. കുറച്ച് കഴിഞ്ഞ് ഞാൻ ടൈം കിട്ടുകയാണെങ്കിൽ വരാം.
ശരിക്കും സിനാൻ അവിടെ സ്വാതന്ത്ര്യമായിരുന്നു. സ്വാതന്ത്ര്യത്തോടെ ഉമ്മ അവനെ പിടിച്ച് അകത്തേക്ക് കയറ്റും. പക്ഷേ ബുഷിക്ക് അവൻ്റെ മുഖം പോലും ഇഷ്ടമല്ലായിരുന്നു. അവൻ്റെ ശബ്ദം കേൾക്കുന്നത് പോലും അവനക്ക് ഇഷ്ടമല്ലായിരുന്നു. അങ്ങനെ അതാ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എന്നാൽ പോയിട്ട് വരട്ടെ. ആ മോനെ, പിന്നെ സമയം കിട്ടുമ്പോൾ വരണം കേട്ടോ. അതൊക്കെ ഞാൻ വരാം ഉമ്മ. എന്നാൽ ബുഷി അത് കേൾക്കുന്നു. ബുഷിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ തീ ആളിക്കത്തുക്കുന്ന പോലെ തോന്നുകയാണ്. ഉമ്മ ഒന്നും അറിയുന്നില്ല. ഉമ്മാനെയും സിനാനെ ചതിക്കും, എനിക്ക് നന്നായിട്ടറിയാം. എന്നാൽ പോകുമ്പോൾ അതാ ബുഷിയുടെ ഉമ്മയുടെ കൈകൾ അവൻ പിടിക്കുന്നു. എന്നാൽ ശരി, പോയിട്ട് വരാം. ആ മോനെ വരണം കേട്ടോ ഇടയ്ക്കൊക്കെ. ശരിക്കും ബുഷിക്ക് തീരെ പറ്റിയില്ല. അതെ, ഉമ്മയെ ചതിക്കുന്നത് ഉമ്മ അറിയുന്നില്ല. ഉമ്മ മകൻ്റെ സ്ഥാനത്താണ് അവരെ കാണുന്നതെങ്കിലും ഒരിക്കൽ പോലും സിനാൻ ഉമ്മയുടെ സ്ഥാനത്തല്ല. വിളിയിൽ മാത്രമുള്ള ഉമ്മ, ബാക്കി മുഴുവൻ മറ്റെന്തൊക്കെ ചിന്തയാണ്. എനിക്ക് നന്നായിട്ടറിയാം. ബുഷി ആരോട് പറയാൻ, ഇത് ആരോട് കേൾക്കാൻ? മോളെ, ബുഷിയുടെ റൂമിലേക്ക് ഉമ്മ കടന്നു വന്നു. എന്താ ഈ ഒരു കടുത്തത്തിനർത്ഥം? ഇനി ഇപ്പം എത്ര ഉരുണ്ട് പറഞ്ഞിട്ടും കാര്യമില്ല, ഓൻ്റെ അടുത്തൊക്കെ ഞങ്ങളവിടെ എത്തിച്ചേരൂല. എന്നിട്ട് നിങ്ങളിങ്ങനെ ഓരോ കളി അവിടെ കളിക്കുക, നമ്മളിതിവിടെ പൊട്ടന്മാരാകുക അല്ലേ? കുട്ടികളും മക്കളും ഇല്ലാതെ ഒരു ചങ്ങായിനെ കൊണ്ട് കെട്ടിക്കുക, ഒന്നും ഉണ്ടാവില്ല, കാര്യമില്ല പറഞ്ഞിട്ട്. ഉമ്മ അങ്ങനെയൊന്നല്ല, ഒരിക്കൽ പോലും അങ്ങനെയല്ല. അൻഷിഫ്ക എല്ലാം തികഞ്ഞവൻ തന്നെയാണ്. ഉമ്മ എപ്പോഴും കഴിവ് കെട്ടുമെന്ന് പറഞ്ഞ് പരിഹസിക്കരുത്. എല്ലാം തികഞ്ഞവൻ തന്നെയാണ്. ഓ പിന്നെ അതൊക്കെ ഇവിടെ അറിയാം. എത്ര മാസം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഇതുവരെ ഉണ്ടായിക്കണോ? ഉമ്മ അതൊക്കെ എല്ലാം ഉണ്ടുമ്മ. എന്നാൽ മകളുടെ വാക്കുകൾ ആ ഉമ്മ പരിഹസിച്ച് തള്ളുകയായിരുന്നു. അവൾ എത്രയൊക്കെ പറഞ്ഞിട്ടും ഒരിക്കൽ പോലും അവരോട് ഉൾക്കൊണ്ടില്ല. സിനാന് പറഞ്ഞത് സിനാനെല്ലാം പറഞ്ഞേക്കണ്. അതിൻ്റെ അപ്പുറത്തേക്കായിട്ട് ഇനി ഒന്നുമില്ല. നല്ല മട്ടത്തിൽ മാനമര്യാദയിൽ നിൽക്കുകയാണെങ്കിൽ എൻ്റെ കല്യാണം നല്ല രീതിയിൽ നടത്തി തരും, എനിക്ക് നല്ല മട്ടത്തിൽ ജീവിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ആ ഒരു മരങ്ങോടൻ്റെ ഒപ്പം നിന്ന് ജീവിതം കയ്യലേക്കാരം. എനിക്കും ഉണ്ട് ഒരു പേരക്കുട്ടിനൊക്കെ കളിപ്പിക്കാൻ ഒരു പൂതി. ഉമ്മ, ബുഷിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല. അവൾ മൗനം പാലിച്ചു. എന്താടി, എന്നെ നാവിറങ്ങിപ്പോയോ? ഒരിക്കലും അൻഷിഫ് കഴിവ് കെട്ടവനല്ല. അതെ, ബുഷിക്ക് തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ആദ്യത്തെ അനുഭവം, തലേ ദിവസം ഉണ്ടായിരുന്ന ആ ഒരു അനുഭവം അവളുടെ മനസ്സിനെ പിടിച്ചു കുലുക്കി. അൻഷിഫ്ക, ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചിരുന്നു ആദ്യം. പക്ഷേ നിങ്ങൾക്ക് പഠിച്ചവന് ഇത്രയധികം ശക്തിയുണ്ടെന്ന് ഇപ്പോഴാണ് അറിഞ്ഞത്. എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം. അൻഷിഫ്ക. അവൾ തൻ്റെ പ്രിയപ്പെട്ട അൻഷിഫിനെ ഓർത്ത് കണ്ണീരൊഴുക്കി. എന്നാൽ ഉമ്മ പെട്ടെന്ന് പറഞ്ഞു, അത് സിനാന് വരും, കാര്യങ്ങളൊക്കെ നമുക്ക് വേഗം നടത്തണം. ആദ്യം അൻഷിഫുമായുള്ള ഡൈവേഴ്സ്, അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് ഇതിലേക്ക് പ്രവേശിക്കാം. സിനാൻ എന്തൊരു ആണത്തരമുള്ള കുട്ടിയാണ്, കണ്ടില്ല അവൻ്റെ ഉഷാറും കാര്യങ്ങളും. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ ഇതിങ്ങനെ പുറത്ത് കുറേ ഉണ്ടായിട്ട് കാര്യം, ഉള്ളിലും കൂടി വേണേ. നിങ്ങൾക്ക് അതില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അൻഷിഫ് എന്നുള്ളൊരു അധ്യായം തന്നെയാണ് മറന്നേക്കുക. എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ വേണ്ട. എന്തിനാ എനിക്ക് അങ്ങനെ ഒരു ഭർത്താവിനെ? അവൾ ഒന്നും മിണ്ടിയില്ല, കണ്ണീരൊഴുക്കി എന്നല്ലാതെ. കാരണം ഉമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നിമിഷം അവൾ വിചാരിച്ചു, റബ്ബേ എന്നെ രക്ഷിക്കാൻ ഷാമിലെങ്കിലും എത്തിയാലോ. ഷാമിലിനൊരു പക്ഷേ എല്ലാം അറിയാം, ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഷാമിൽ ഒന്ന് രക്ഷിക്കാൻ എത്തുമോ? ഷാമിൽ, അതെ, എപ്പോഴും എൻ്റെ സുഖത്തിലും ദുഃഖത്തിലും പങ്കുചേർന്ന ഷാമിൽ, എന്നെ സിനാലിൽ നിന്ന് രക്ഷിക്കാൻ ശ്രമിച്ച ഷാമിൽ. ഷാമിൽ, നീ ഇതറിയുന്നുണ്ടോ? ഒരു നിമിഷം അവൾ ഷാമിലിനെ കുറിച്ചോർത്തു. ഫുജീറയിലെ ആ കൊട്ടാരം രാത്രി നിശബ്ദതയിൽ മുങ്ങിക്കിടക്കുകയായിരുന്നു. പുറത്തുള്ള ഈന്തപ്പനകളെ തഴുകി ഭൂമിയിലേക്ക് കാറ്റ് മെല്ലെ വീശി. അകലെ പള്ളിയിൽ നിന്ന് ഇശാ നമസ്കാരത്തിൻ്റെ ഓർമ്മകൾ പോലെ മന്ദമായ ശബ്ദങ്ങൾ അലിഞ്ഞു പോയിരുന്നു. ഒരാഴ്ചയോളം ഉമ്മുൽ ഖൈറിൻ്റെ കൂടെ അവിടെ താമസിക്കാനായിരുന്നു ഷാമിലിൻ്റെ തീരുമാനം. ശരീരത്തിന് വിശ്രമം കിട്ടിയെങ്കിലും മനസ്സിനൊരു നിമിഷം പോലും സമാധാനമുണ്ടായിരുന്നില്ല. ഉമ്മുൽ ഖൈർ പലപ്പോഴും ഷാമിലിനെയും സഫിയെയും ഒരുമിച്ച് സംസാരിക്കുവാൻ അവസരം ഒരുക്കുമായിരുന്നു. കാരണം ഷാമിലിൻ്റെ മനസ്സിലെ മൂഡ് ഓഫ് മാറണം. അതിനു വേണ്ടിയിട്ട്, സഫ, ഷാമിൽ ഒറ്റക്കാണ്, നീ കുറച്ച് പോയിട്ട് സംസാരിക്കുക, അവൻ്റെ മനസ്സൊന്ന് മാറ്റിയെടുക്ക്. അവൻ ഇങ്ങനെയല്ലായിരുന്നു, നല്ല ആക്റ്റീവായ മോനായിരുന്നു. പക്ഷേ ഈയിടെയായിട്ട് അവനക്ക് എന്തൊക്കെയൊരു വിഷമങ്ങളുണ്ട്. സഫ എപ്പോഴും വിനയത്തോടെ വരും. ഹിജാബ് എപ്പോഴും താഴ്ത്തിയിട്ടാണ് സംസാരിക്കുക. കണ്ണുകൾ പോലും നേരെ ഉയർത്തി നോക്കാറില്ല. ഓരോ വാക്കിലും ആദരവും മര്യാദയും നിറഞ്ഞിരുന്നു. ഷാമിൽ,
അങ്ങനെയതാ അവൾ ഷാമിലിൻ്റെ അരികിലെത്തി. ഷാമിൽ, ആ, ഒരു നിമിഷം അവൻ പതുക്കെ തല ഉയർത്തി. അതെ, സഫിയാണ്. ഷാമിൽ ഭക്ഷണം കഴിച്ചോ? ആ, കഴിച്ചു. ഇന്ന് പുറത്തൊക്കെ പോയിരുന്നോ? ഇല്ല. അല്ലേ, എൻ്റെ മൂത്തമ്മ പറഞ്ഞിരുന്നു നിങ്ങൾക്ക് പുസ്തകമൊക്കെ വായിക്കാൻ ഇഷ്ടമാണെന്ന്. അതെ, പക്ഷെ ഇപ്പോൾ വായിച്ചാലും മനസ്സ് നിൽക്കുന്നില്ല. ഇപ്പം അതിനോടൊന്നും. ഓ, അങ്ങനെയൊക്കെ ചെറിയ സംഭാഷണങ്ങൾ നടക്കുന്നു. പക്ഷെ ഷാമിലിൻ്റെ ഉള്ളിലെ വേദന കുറയുന്നില്ലെന്ന് സഫക്ക് മനസ്സിലാകുന്നു. ഒരു വൈകുന്നേരം കൊട്ടാരത്തിലെ പിന്നിലെ ഗാർഡനിൽ ഇരുവരും ഇരിക്കുകയായിരുന്നു. അസ്തമയ സൂര്യൻ്റെ വെളിച്ചം ഈത്തപ്പനകളുടെ ഇടയിലേക്ക് പതിഞ്ഞു വീഴുകയായിരുന്നു. പക്ഷികൾ കൂടുകളിലേക്ക് മടങ്ങുന്ന സമയം. അല്പനേരം നിശബ്ദമായിരുന്ന നേരം സഫ പതുക്കെ ചോദിച്ചു, ഷാമിൽ, ആ, എനിക്ക് ഒരു കാര്യം ചോദിക്കാമോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോദിക്കൂ. എന്ത് നിങ്ങൾക്ക് പറ്റിയത്? ആദ്യ ദിവസം കണ്ടപ്പോൾ മുതൽ തന്നെ ഒരു വിഷമം നിങ്ങളുടെ മുഖത്ത് കാണുന്നുണ്ട്. നിങ്ങൾ ചിരിക്കാറില്ല, സന്തോഷത്തോടെ സംസാരിക്കാറുമില്ല. രാത്രിയാകുമ്പോഴേ മുറ്റത്തൊറ്റയ്ക്കിരിക്കും. എന്തെങ്കിലും മനസ്സിലുണ്ടോ? ഷാമിൽ കുറച്ചു നേരം മിണ്ടാതെ ഇരുന്നു. സഫ, ചില കാര്യങ്ങൾ പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല. ഷാമിൽ, ഞാൻ വിശ്വസിക്കും. എന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചു. സഫ ശാന്തമായി കേട്ടിരുന്നു. ഒരു കാലത്ത് എനിക്കൊരാളോട് ഇഷ്ടമുണ്ടായിരുന്നു. ആരാണത്? അത് ബുഷി, എൻ്റെ ബുഷി. സഫ അത്ഭുതപ്പെട്ടില്ല, വെറുതെ കേട്ടുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ എനിക്ക് അവളെ സ്വന്തമാക്കണമെന്നോ അവളെ ജീവിതത്തിലേക്ക് തിരികെ പോകണമെന്നോ ഒന്നുമില്ല. പക്ഷേ പിന്നെന്താ, എനിക്കവളെ രക്ഷിക്കണം. സഫിയുടെ നെഞ്ചിലൂടെ ഒരു വിറയൽ കടന്നുപോയി. രക്ഷിക്കണം, അതെ, എന്തിൽ നിന്നാണെന്ന് പറഞ്ഞില്ല. ഷാമിലിൻ്റെ ശബ്ദം വിറച്ചു. അവളെ ചുറ്റി നിൽക്കുന്ന കഴുകന്മാരിൽ നിന്ന്. സഫ ആശയക്കുഴപ്പത്തിലായി. എനിക്ക് മനസ്സിലായില്ല ഷാഹുൽ, എനിക്ക് അത്രയങ്ങ്. സഫ, അവൾ ഭർത്താവിൻ്റെ കൂടെയായിരുന്നെങ്കിൽ എനിക്കൊരു പ്രശ്നവുമില്ലായിരുന്നു. അവൾ നിക്കാഹ് ചെയ്ത ഭർത്താവിനോടൊപ്പം സന്തോഷമായി ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ ജീവിതത്തിൽ നിന്നും ഒരിക്കലും അവളുടെ വഴിയിലേക്ക് പോലും വരില്ലായിരുന്നു. അവനൊരു ദീർഘനിശ്വാസം വിട്ടു. പക്ഷേ ചിലർ അവളുടെ ജീവിതം തകർക്കുവാൻ ശ്രമിക്കുകയാണ്. ആരാണ്? അതെ, സിനാൻ. സഫ ആദ്യമായി ആ പേര് കേൾക്കുകയായിരുന്നു. സിനാൻ? അതെ, അവരാരാണ്? പുറമേ കാണുമ്പോൾ നല്ല മനുഷ്യനാണ്, ഒരു ഡോക്ടറാണ്, ഒരുപാട് പഠിച്ചതാണ്, പക്ഷെ ഉള്ളിൽ വിഷമാണ്. ഷാമിൽ മെല്ലെ തുടർന്നു. അവൻ്റെ ലക്ഷ്യം ബുഷിയുടെ കുടുംബം തകർക്കുക എന്നതാണ്. അവളെ ഭർത്താവിൽ നിന്ന് അകറ്റുക, പിന്നെ അവളുടെ മുഴുവൻ ജീവിതം അവൻ ഏറ്റെടുക്കുക, അല്ലെങ്കിൽ അത് നശിപ്പിക്കുക എന്നതായിരിക്കും അതിൻ്റെ ശരിയായ അർത്ഥം. സഫിയുടെ മുഖം ഗൗരവമായി. ഇതുറപ്പാണോ? അതെ, ഞാൻ കണ്ട കാര്യങ്ങളുണ്ട്. ഞാൻ എത്രയോ കണ്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ അതിൽ നിന്ന് അവരെ എതിർത്തിട്ടുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് അടിവരെ കിട്ടിയിട്ടുണ്ട് സിനാന്, ഞാൻ വേണ്ടാത്ത കാര്യങ്ങൾ കണ്ടിട്ട്. പക്ഷെ ആ പെണ്ണ് പാവാണ്, ഓൾക്കും അവനോട് ഇഷ്ടമല്ല. അത് പിന്നെ വീട്ടുകാരോട് പറഞ്ഞില്ലേ? ഷാമിൽ ചിരിച്ചു. ആ ചിരിയിൽ സന്തോഷമല്ലായിരുന്നു. അതെ സഫ, അത് ഞാൻ വീട്ടുകാരോട് പറഞ്ഞപ്പോൾ എന്നെയാണ് കുറ്റക്കാരനാക്കിയത്. സഫ നിശബ്ദമായി. എന്നെ കണ്ടാൽ എല്ലാവർക്കും തോന്നുന്നത് ഞാൻ ഇന്നും ബുഷിയെ സ്നേഹിക്കുന്നു എന്നാണ്. അത് ഞാൻ ബുഷിയെ സ്നേഹിക്കുന്നുണ്ട്, നല്ലോണം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഒരു ഭാര്യയോ കാമുകയോ ആയിട്ടല്ല. ഞാൻ എൻ്റെ ഒരു പെങ്ങളെ സ്ഥാനത്ത് നിന്ന് ബുഷിയെ സ്നേഹിക്കുന്നുണ്ട്. ഓൾ രക്ഷപ്പെടണം, ഓൾ ഇടങ്ങാറാൻ പാടില്ല. ഞാനായിട്ട് തന്നെയാണ്, എൻ്റെ ഭാഗത്ത് തന്നെയാണ് അവരുടെ വിവാഹം കഴിക്കാനൊക്കെ പറഞ്ഞത്. പക്ഷേ പിന്നീട് ഇത്രയധികം അവളുടെ ജീവിതം പ്രയാസപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പക്ഷേ എന്നെ കണ്ട എല്ലാവരും തോന്നുന്നത് ഞാൻ ഇന്നും ബുഷിയെ മറ്റു രീതിയിലാണ് സ്നേഹിക്കുന്നതെന്നാണ്. ഒരിക്കലും അങ്ങനെയല്ല. എനിക്ക് എൻ്റെ പെങ്ങളുടെ സ്ഥാനത്താണ്. അതായത് അവൾക്ക് ഒരിക്കലും ഉണ്ട്, അവൾ രക്ഷപ്പെടണം, ആ ചിന്തയാണ് എനിക്ക്. അവൻ തല താഴ്ത്തി. സത്യം അതല്ല. അപ്പോൾ സത്യം എന്താണ്? അവൾ സുരക്ഷിതയാവണം, അത്രമാത്രം. എല്ലാവരും എന്നെ മോശക്കാരനാക്കുകയാണ്. ഞാൻ അവളുടെ കൂടെ വീണ്ടും ജീവിക്കുവാൻ കൊതിക്കുന്നെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഒരിക്കലും അല്ല. എനിക്ക് അവൾ രക്ഷപ്പെടണം, അതുമാത്രം. അവൾ സന്തോഷമായി ജീവിക്കണം, അതുമാത്രം. അവൾ കരയരുത്, അത്രമാത്രം. സഫിയുടെ കണ്ണുകൾ നിറഞ്ഞു. നിങ്ങൾക്ക് ഇന്നും അവളോട് സ്നേഹമുണ്ടോ? ഷാമിൽ പുഞ്ചിരിച്ചു.
സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്നത് ഇപ്പോൾ പ്രധാനമല്ല. പിന്നെ ഒരു മനുഷ്യനെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്തമാണ്. അവൾ ഒരിക്കൽ എനിക്ക് പ്രിയപ്പെട്ട ആളായിരുന്നു. അവൾ ഇന്ന് മറ്റൊരാളുടെ ഭാര്യയാണ്. ആ ബന്ധത്തെ ഞാൻ ബഹുമാനിക്കുന്നു. പക്ഷേ അവളുടെ ജീവിതം തകർക്കാൻ ആരെങ്കിലും വരുമ്പോൾ ഞാൻ നോക്കി നിൽക്കാൻ അത് കഴിയില്ല. സഫ മെല്ലെ ചോദിച്ചു, നിങ്ങൾ അവളെ നേരിട്ട് വിളിക്കാത്തത് എന്തുകൊണ്ടാ? അവർ തെറ്റിദ്ധരിക്കും. ഭർത്താവ് തെറ്റിദ്ധരിക്കും. വീട്ടുകാർ എന്നെയാണ് കുറ്റം പറയുക. അപ്പോൾ ഞാൻ അള്ളാഹുവിനോട് മാത്രം പറയുകയാണ്. ഷാമിലിൻ്റെ കണ്ണുകൾ ആകാശത്തേക്ക് ഉയർന്നു. ഓരോ തഹജ്ജുദ് നമസ്കാരത്തിലും ഞാൻ ഒരു ദുആ മാത്രമേ ഇപ്പോൾ ചോദിക്കുന്നുള്ളൂ. സഫ എല്ലാം ശാന്തമായി കേട്ടു. യാ അല്ലാ, സത്യം പുറത്തു കൊണ്ടുവരണമേ. നിരപരാധികളെ രക്ഷിക്കണമേ. ബുഷിയെ എല്ലാ ചതികളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. അവൻ്റെ ശബ്ദം വിറച്ചുകൊണ്ടിരുന്നു. സഫ, ചിലപ്പോഴെനിക്ക് തോന്നും ഞാൻ അടുത്തുണ്ടായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. പക്ഷേ അള്ളാഹുവിൻ്റെ വിധി വേറെയായിരുന്നു. സഫ ആദ്യമായി ഷാമിലിൻ്റെ വേദനയുടെ ആഴം മനസ്സിലാക്കി. നിങ്ങൾ ശരിക്കും അവളെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ലേ? ഇല്ല, ഒരിക്കലുമില്ല, ഒരിക്കലുമില്ല. അവൾ ഭർത്താവിനൊപ്പം ചിരിച്ചുകൊണ്ട് ജീവിക്കുന്ന ദിവസം ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആളായിരിക്കും. സഫിയുടെ കണ്ണുനീർ വീണു. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് തെറ്റിദ്ധരിച്ചു? കാരണം അവൾ എൻ്റെ പഴയ ജീവിതം മാത്രമാണ് കണ്ടത്. ഇന്നത്തെ ഷാമിലിനെ ആരും കണ്ടില്ല. സഫ പറഞ്ഞു, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഒരു ദിവസം സത്യം ജയിക്കും. ഷാമിൽ പതുക്കെ തലകുനിച്ചു. അതിലാണ് എൻ്റെ വിശ്വാസം. കുറച്ചു നേരം ഇരുവരും മിണ്ടാതെ ഇരുന്നു. മരുഭൂമിക്കാറ്റ് വീശി. സഫ ശാന്തമായി പറഞ്ഞു, ഷാമിൽ, ഇന്നു മുതൽ നിങ്ങളുടെ ദുആയിൽ ബുഷിയെ മാത്രമല്ല, ഞാനും നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യും. അള്ളാഹ് അവളെ രക്ഷിക്കട്ടെ. സത്യം എല്ലാവർക്കും കാണിച്ചു തരട്ടെ. നിങ്ങളുടെ മേലുള്ള തെറ്റിദ്ധാരണകളും മാറ്റി തരട്ടെ. ഷാമിലിൻ്റെ കണ്ണുകളിൽ നിന്ന് കണ്ണീർ നിറഞ്ഞു. നന്ദി സഫ. എനിക്കിപ്പോൾ ഒരു കൂട്ടുകാരിയെ കിട്ടിയതുപോലെ തോന്നുന്നു. സഫ ചെറുതായി പുഞ്ചിരിച്ചു. ഞാനൊന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷെ നിങ്ങളുടെ വേദന കേൾക്കാൻ എനിക്ക് കഴിയും. ആ രാത്രി ഷാമിലിൻ്റെ മനസ്സ് കുറച്ചെങ്കിലും ഭാരം കുറഞ്ഞു. വർഷങ്ങളായി ഉള്ളിൽ അടച്ചു വച്ചിരിക്കുന്ന വേദന ആദ്യമായി ഒരാളോട് തുറന്നു പറഞ്ഞിരിക്കുന്നു. കൊട്ടാരത്തിൻ്റെ മുകളിലൂടെ നക്ഷത്രങ്ങൾ തിളങ്ങി. ആകാശത്തേക്ക് നോക്കി ഷാമിൽ വീണ്ടും മൗനമായി പ്രാർത്ഥിച്ചു, യാ അല്ലാ, ബുഷിയെ എല്ലാ തിന്മകളിൽ നിന്നും കാത്തു സൂക്ഷിക്കണമേ. അവളുടെ കുടുംബത്തെ രക്ഷിക്കണമേ. എന്നെക്കുറിച്ചുള്ള സത്യം ഒരു ദിവസം എല്ലാവരും മനസ്സിലാക്കുന്ന ദിവസം നീ വേഗം കൊണ്ടുവരണമേ. നീതിയല്ലാതെ മറ്റൊന്നും എനിക്ക് വേണ്ട. ദ്വായോടെ ആ രാത്രി അതാ അവസാനിക്കുവാൻ വേണ്ടി പോവുകയാണ്. ആ പാതിരാത്രി. എന്നാൽ അള്ളാഹുവിൻ്റെ നീതിയിൽ അവൻ്റെ വിശ്വാസം ഇപ്പോഴും അതുപോലെ ഉറച്ചു നിൽക്കുന്നു. ഇന്നല്ലെങ്കിൽ നാളെ സത്യമെല്ലാം പുറത്തു വരും. ആരാണ് ചതിയനെന്നും ആരാണ് കള്ളനെന്നും ഒരു നാൾ പുറത്തു വരും. ബുഷി, അതെ, നീ രക്ഷപ്പെടണം മോളെ. സിനാൻ്റെ കൈകളിൽ ഇത് പെട്ടുപോകരുത്. പെട്ടുപോയാൽ എല്ലാം ഇല്ലാതാവും. അതെ, ഉറപ്പായിട്ടും. എന്നാൽ ഈ സമയം അതാ ഹോസ്പിറ്റലിലേക്ക് സിനാൻ എത്തി. ബുഷിയെക്കുറിച്ചുള്ള ഓർമ്മകളിൽ കണ്ണീരിൽ വിഷമത്തോടെ കിടക്കുകയാണ്. അതാ അൻഷിഫ്. ഒരു നിമിഷം അവൻ സിനാൻ വാതിൽ തുറന്ന് അകത്തേക്ക് വന്നു. എന്നാൽ അതെ, അവൻ കണ്ണുകളടച്ച് പഴയ പോലെ തന്നെ കിടന്നു. ഒരിക്കൽ പോലും പ്രതികരിച്ചില്ല. എടാ, നീ അങ്ങനെ കിടക്ക്. നിൻ്റെ ബുഷിയെ ഞാനുണ്ടല്ലോ. എനിക്ക് അവളിൽ ചെറിയ സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ അങ്ങ് നേടിയെടുക്കണം. അതിനു മുമ്പേ ഇവിടുന്ന് നിന്നെ അങ്ങ് പലരോകത്തേക്ക് വിടാം. നിൻ്റെ തള്ളയുണ്ടല്ലോ നിന്നെ അവിടെ കാത്തിരിക്കുന്നത്. ആ തള്ളനെയും കൂട്ടത്തിൽ പറഞ്ഞേക്കണോ അതോ ഇവിടെ ഇട്ട് നിരകിപ്പിക്കണോ? എന്താ വേണ്ടത്? എന്നാൽ ആ ഒരു വാക്കുകൾ അവനക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. തൻ്റെ പെറ്റുമ്മയെ പറയുന്നത് അവന് ഒരു നിമിഷം അവൻ കണ്ണുകൾ തുറന്നു. എന്താടാ, നീ മയങ്ങിയില്ലേ? എൻ്റെ ബുഷിയുടെ അതെ. അൻഷിഫ് പതുക്കെ എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. എങ്ങോട്ടാണ് എഴുന്നേൽക്കുന്നത്? അരക്ക് താഴോട്ട് പോക്ക, അല്ലെങ്കിലേ പോക്ക. ഒന്നിനും കൊള്ളത്തില്ല. ഒരു പെണ്ണും കൂടെ ജീവിക്കില്ല. എന്നാൽ തലേന്ന് നടന്ന സംഭവങ്ങളൊന്നും ഒരിക്കൽ പോലും സിനാൻ അറിയുന്നില്ല. എൻ്റെ ബുഷിയുടെ വീണ്ടും അവൻ ചോദിക്കുന്നു. അടങ്ങിക്കിടക്കട അൻഷിഫ്. നീ ഇനി ലോകത്തിൻ്റെ ഏതറ്റം വരെ എഴുന്നേറ്റ് ഓടിപ്പോവും? ഒരിക്കലുമില്ല. നീ ഇവിടെ എൻ്റെ കാൽ കീഴിൽ അങ്ങനെ കിടക്കും. അടങ്ങി ഇവിടെ കിടന്നോ.
എന്നാൽ നിനക്ക് ഇങ്ങനെ പാതി ജീവനിലൂടെ ജീവിച്ച് പോകണമെങ്കിൽ ജീവിക്കാം. ഇതിലെ ICUവിൻ്റെ ബില്ല്, AC ബില്ല്, കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നുണ്ട്. അതൊക്കെ നിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞാൻ എൻ്റെ അക്കൗണ്ടിൽ നിന്നാണ് ക്യാഷ് വരിക്കുക. ഓക്കെ, മനസ്സിലായല്ലോ? പക്ഷേ ഒരു കാര്യം കൂടിയുണ്ട്. നീ ഈ കിടത്തം കിടന്നതുകൊണ്ട് ബുഷിക്ക് ഒരു കാര്യമില്ല. അതുകൊണ്ട് പൊന്നു മോനെ അൻഷിഫ്, ബുഷിയെ ഞാനങ്ങ് എടുക്കുകയാടാ. അതെ, അവളെ ഞാനങ്ങ് എടുത്ത് അവളെ ഞാൻ എൻ്റെ കുട്ടികളെ പ്രസവിപ്പിക്കും അവളെ കൊണ്ട്, നോക്കിക്കൈ. ശരിക്കും ദുഷ്ടമായ ആ ഒരു വാക്കുകൾ ശരിക്കും അൻഷിഫിൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ പുലമ്പുമ്പോൾ ദേഷ്യം കൊണ്ട് അതാ നമ്മുടെ അൻഷിഫ് ആകെ വിറക്കുകയായിരുന്നു. എന്താടാ, എന്താ 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 എന്തിനാ ദേഷ്യപ്പെടുന്നത്? അടങ്ങിക്കെടുക്കടാ. നിനക്കരക്ക് താഴോട്ട് ശേഷിയില്ല. ഇനി ഉള്ളത് ഞാൻ അങ്ങ് കുറച്ച് തരാം. ഒരിക്കലും എഴുന്നേറ്റ് നടക്കാൻ കഴിയുമെന്ന് നീ വിചാരിക്കണ്ട, മനസ്സിലായല്ലോ? നിനക്ക് ഏതായാലും അരക്ക് കീഴ്പ്പെട്ടുള്ള സംഭവം നിനക്കൊന്നുമല്ലല്ലോ, ഒരു ഉപകാരം ഇല്ലാത്തതാണല്ലോ, വെറുതെ മലമൂത്ര വിസർജനത്തിനുള്ളതല്ലേ, അല്ലാതെ വേറെ ഒരു ഇതും. ആര് പറഞ്ഞു? അല്ല പിന്നെ എന്നാൽ എൻ്റെ ബുഷി എവിടെ? അവൻ വീണ്ടും ചോദിക്കുന്നു. എൻ്റെ ബുഷി എനിക്ക് കാണാം. ബുഷിയെ കൊണ്ടുപോയി, അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. എൻ്റെ ബുഷി ആരെ കൊണ്ടുവരാൻ പറഞ്ഞത്? അവൾ എൻ്റെ ഭാര്യയാണ്. ഞങ്ങൾ ഒരുമിച്ചാണ് ഇങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നത്. എന്തിനാ? ആഹാ, നീ വിളച്ചിലെടുക്കുന്നുണ്ടോ? നീ വല്ലാതെ വിളച്ചിലെടുക്കുകയാണെങ്കിൽ 24 മണിക്കൂറിനുള്ള ഇഞ്ചക്ഷൻ കയറ്റിയിട്ട് ഞാൻ പോവുള്ളൂ. ഈ കുപ്പി കഴിഞ്ഞു, അടുത്ത കുപ്പി ഏതാനും നിമിഷങ്ങൾക്കകം ഞാൻ സിസ്റ്ററോട് കൊണ്ടുവരാൻ പറയാം. ഓക്കെ? അല്ല, ഞാൻ അൻഷിഫിനോട് ഒരു കാര്യം ഞാൻ പറയാണ്, ഇത് സീരിയസ് ആണ്. നിനക്കൊന്നിനുള്ള കഴിവില്ല. ബുഷിയെ നീ കൊണ്ടുപോയിട്ട് കാര്യമില്ല. ഓക്കെ? അപ്പം എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, പൊന്നുമോനെ, അവളെ അങ്ങ് ഡൈവേഴ്സ് ചെയ്യാം. എന്നിട്ട് ഞാൻ അവളങ്ങ് സ്വീകരിക്കും. എൻ്റെ രാജകുമാരിയെ എൻ്റെ ബുഷിയെ വളർത്തും. ബുഷിയുടെ സൗന്ദര്യം എനിക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കണം. നിനക്ക് ആസ്വദിക്കാൻ കഴിഞ്ഞില്ലല്ലോ? ഇല്ല, നിനക്കതിനുള്ള ഭാഗ്യമില്ലടത്തേണ്ടി. ഞാനങ്ങ് ആസ്വദിച്ചോളാം. ഒരു നിമിഷം അതാ അവൻ ആ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ല മോനെ, നിൻ്റെ കാലിനൊക്കെ നല്ല പരിക്കാണ്, അതൊന്ന് മാറിക്കോട്ടെ, എഴുന്നേറ്റ് ഓടണ്ട, ഞാൻ ബെൽറ്റിട്ട് കെട്ടിടും. മനസ്സിലായിക്കോ? എന്നാൽ അതാ വളരെയധികം ദേഷ്യത്തോടു കൂടി അൻഷിഫ് അവിടെ നിന്ന് പിടിഞ്ഞെഴുന്നേൽക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇല്ല, എന്തിനാ എന്നെ? എന്താടാ, എന്താ ഇഞ്ചക്ഷൻ വേണോ? നല്ല ഡോസുള്ളത്, ഒരിക്കലും എഴുന്നേൽക്കാൻ പറ്റാത്ത രീതിയിലാക്കി തീർക്കൂട്ടോ. അതിനു മുമ്പായിട്ട് നീ ഇതിലൊന്ന് ഒപ്പിട്, അതായത് ഡൈവോഴ്സ് നോട്ടീസ്. ഞാനും ബുഷിയുമായുള്ള ആ ഒരു വിവാഹബന്ധം ഒഴിയുകയാണ് എന്ന് പറഞ്ഞിട്ട് നീ ഇതിൽ സൈൻ ചെയ്യണം. ഓക്കെ? എന്നിട്ടത് നമുക്ക് കോടതിയിലേക്ക് അയക്കണം. അങ്ങനെ എന്നേക്കുമായി അവൾ നിൻ്റെ ജീവിതത്തിൽ നിന്നും പോയി കിട്ടും. നിനക്ക് ഏതെങ്കിലും സുഖം അങ്ങനെ തന്നെ അല്ലേ, ഒന്നുമില്ലാതെ ജീവിക്കണത്? അതോ പരലോകത്ത് പോകണോ? എന്താ വേണ്ടത്? എന്നാൽ അതെല്ലാം കേട്ട് അൻഷിഫ് ദേഷ്യം പിടിക്കുകയായിരുന്നു. എടാ, വേണ്ട, നീ എഴുന്നേറ്റ് നോക്കാൻ. നീ എന്നെ ചതിക്കുകയായിരുന്നില്ലേ? നീ എന്നെ ചതിക്കുകയല്ലായിരുന്നോ? ചതിക്കുക. ചതിച്ചത് ഞാനല്ല മോനെ, നിൻ്റെ ആ മറ്റേ പെണ്ണിൻ്റെ കാമുകനുണ്ടല്ലോ, എന്താ പേര്? ഷാമിലാണ് നിന്നെ ചതിച്ചത്, അല്ലാതെ ഞാനല്ല. അവനല്ല, അവൻ നല്ലത് ചെയ്തിട്ടുള്ളൂ. അവനൊരിക്കലുമല്ല. നീയാണ് എൻ്റെ ചതിയൻ. നീയാണ് ഷാമിലിനെ കുറിച്ച് വേണ്ടാത്തതെല്ലാം പറഞ്ഞത് അല്ലേ? പറഞ്ഞു തന്നത് നീയല്ലേ? ഒരിക്കലും അവൻ പലവട്ടം നിന്നെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് സിനാനെ സൂക്ഷിക്കണം. ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പോൾ മനസ്സിലായല്ലോ? അതാണ്, ഒരിക്കലും അവനല്ലായിരുന്നു. അപ്പോൾ അവൾക്ക് അവനോട് ഇഷ്ടമൊക്കെ ഉണ്ടാവും, തിരിച്ചും ഉണ്ടാവും. പക്ഷേ അതെ, ഞാനത് സമ്മതിച്ചില്ല. പകരം ഇഷ്ടം എനിക്ക് കിട്ടണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഷാമിലിനെ കുറിച്ച് അത്രക്ക് മോശമായി നിന്നോട് പറഞ്ഞത്. ഷാമിലും ബുഷിയും ഒന്നും നടന്നിട്ടില്ല. അതെ, ഞങ്ങളാണ് നടന്നത്. ഞാനാണ് അവളെ പിടിക്കുവാൻ വേണ്ടി പോയതും ഷാമിലത് കണ്ട് എന്നെ അടിക്കാൻ വന്നതും. എനിക്കാണ് അടി കിട്ടിയത്, പക്ഷെ നേരെ തിരിച്ചാക്കി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ബുഷിയെ സ്വന്തമാക്കാൻ ഇതിനേക്കാളും എത്രയോ ഐഡിയകൾ ഇനിയും ഉണ്ട് മോനെ. എന്നാൽ അതാ അൻഷിഫിന് ദേഷ്യം സഹിക്കുവാൻ കഴിയുന്നില്ല. പക്ഷേ ഇവൻ്റെ ഈ ചതിയനെ ചതി കൊണ്ട് തന്നെ നേരിടുകയേ രക്ഷയുള്ളൂ. അതുകൊണ്ട് തന്നെ അവൻ കണ്ണീരൊഴുക്കി സൈലൻ്റായി, റിലാക്സ്, കൂൾ ഡൗൺ, താഴോട്ട് വരും. ഒരിക്കലും ഇനി നിനക്ക് ബുഷിയെ കിട്ടില്ല. മറ്റവൻ്റെ പേരിൽ ഞാൻ പലതങ്ങ് വെച്ച് കെട്ടി അവനങ്ങ് ആട്ടിവിട്ടു. അവൻ ഈ ഭൂലോകത്ത് തന്നെ ഇല്ലെന്ന് തോന്നുന്നു. അവന് വിദേശത്തേക്കോ എങ്ങോട്ടോ കടന്നു കഴിഞ്ഞു.
ഇനി ഒരിക്കലും ഷാമിലിൻ്റെ ശല്യം ഉണ്ടാവില്ല. ഞങ്ങൾ എന്ത് ചെയ്താലും ആരും എതിർക്കാനും കണ്ടുപിടിക്കാനും ഉണ്ടാവില്ല. മറ്റേത് ഷാമിലേ എൻ്റെ പിന്നാലെ നടക്കുകയായിരുന്നു. ഞാൻ എന്താ ബുഷിയെ ചെയ്യുന്നുണ്ടോ, ബുഷിയെ ഉപദ്രവിക്കുന്നുണ്ടോ എന്നൊക്കെ അവനാണ് കണ്ടുപിടിച്ചത്. നീ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല. അവൻ ബുദ്ധിയുള്ളത് കൊണ്ട് അവൻ കണ്ടുപിടിച്ചു. പക്ഷേ ശരിയായിരുന്നു. എൻ്റെ ലക്ഷ്യം ബുഷി മാത്രമായിരുന്നു. അവളെ GNM നഴ്സ് പഠിച്ച് സിസ്റ്ററായിട്ട് എൻ്റെ അസിസ്റ്റൻ്റായിട്ട് കൂടെ കൊണ്ടു നടന്ന് അവളെ റൂമിലിട്ട് പൂട്ടി അവളെ സ്വന്തമാക്കണമെന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ വാതിലടച്ചത്. അപ്പോഴേക്കും ആ കള്ള ഷാമിൽ വന്ന് വാതിലിനെ മുട്ടി തുറപ്പിച്ചു. വാശിയുണ്ട് എനിക്ക് അവനോട്. ആ വാശി തീർക്കാനാണ് അവനെ ഞാൻ അങ്ങനെ ഒരു പണി ചെയ്തത്. ഒരിക്കലും അവനിവിടെ ഉണ്ടാവില്ല. അവൻ പോയിട്ടുണ്ടാവും. ഒരിക്കൽ പോലും ഈ ഹോസ്പിറ്റലിലേക്ക് കടക്കാൻ അനുവാദം ഞാൻ കൊടുക്കില്ല അവൻക്ക്. സത്യം നോക്കിക്കോ. ഷാമിലല്ലായിരുന്നു ചതിയൻ, വഞ്ചകൻ. അത് ഞാനായിരുന്നടാ. നിന്നെയൊക്കെ അങ്ങനെ ഒതുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള ചതിയന്മാർക്ക് അങ്ങനെ ശിക്ഷ കൊടുക്കണം. ഷാമിൽ ഞാൻ നല്ലൊരു ശിക്ഷ കൊടുത്ത് പറഞ്ഞയച്ചു. ഇനി ഒരിക്കലും ഈ ഹോസ്പിറ്റലിലേക്ക് അവൻ കടക്കില്ല, അതുറപ്പാണ്. നോക്കിക്കോ. ശരിക്കും അതാ സിനാൻ്റെ വാക്കുകൾ കേട്ട അൻഷിഫ് ഞെട്ടിത്തരിക്കുകയായിരുന്നു. യാ റബ്ബേ, എന്തൊക്കെ ഞാൻ കേട്ടത്. അപ്പോൾ പാവം ഷാമിലിനെ ഞാൻ തെറ്റിദ്ധരിച്ചതാണോ? ഷാമിൽ മാപ്പ് അവൻ മനസ്സിൽ പറഞ്ഞു. എന്നാൽ അതാ അൻഷിഫ് വീണ്ടും അതാ അബോധാവസ്ഥയിലേക്ക് പോകുന്ന പോലെ അഭിനയിച്ചു. അവിടെ കിടക്കുന്നേ. അതെ, ആ ഡോസ് തീർന്നിട്ടുണ്ടാവില്ല. 24 മണിക്കൂർ ഉണ്ടാവില്ല. അവിടെ കിടക്കുന്നേ. നിന്നെ ഡോസിൻ്റെ ആവശ്യം വേണ്ട. എന്നാൽ അയാൾ അതാ അൻഷിഫ് മൗനം പാലിച്ച് കൈകൾ തളർന്ന പോലെ അവിടെ അങ്ങ് കണ്ണുകൾ അടച്ചു കിടന്നു. പക്ഷേ അൻഷിഫിൻ്റെ മനസ്സിൽ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. അവിടെ കിടക്കുന്നേ എന്നും പറഞ്ഞ് അതാ സിനാൻ പുറത്തേക്ക് പോയി. എന്നാൽ അൻഷിഫിൻ്റെ ആഗ്രഹങ്ങൾ അതല്ലായിരുന്നു. പലതും അവൻ്റെ മനസ്സിലുണ്ട്. അതെല്ലാം നടക്കണം. ഇൻഷാ അല്ലാ നമുക്ക് കാത്തിരുന്ന് കാണാം. സിനാനെ കൊടുക്കാൻ ഇതിനേക്കാളും വലിയൊരു വഴി വേറെയില്ല. എന്തൊക്കെ തന്നെയായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.